നമസ്കാരം. ഇത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തൊടിയൂർ വില്ലേജിൽ പുലിയൂർവഞ്ചി വടക്കെന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കോമാളത്ത് കളരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ക്ഷേത്രം തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ്. പുലിയൂരിൽ പണ്ട് കാലത്ത് ബ്രാഹ്മണരും മറ്റ് സമുദായത്തിൽപ്പെട്ടവരുമായി ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപാനന്തരം ബ്രാഹ്മണ കൂട്ടക്കൊല വരെ നടന്നെന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ നിന്നും ഈ പുലിയൂർ വഞ്ചി എന്ന് പേര് കേൾക്കാൻ കാര്യം പുലിയൂരിൽ നിന്നും വഞ്ചി മാർഗം ഈ സ്ഥലത്ത് എത്തിച്ചേരുകയും തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ ഈ കുടുംബം അവിടുന്ന് പലായനം ചെയ്ത കുടുംബക്കാർ അഭയം പ്രാപിക്കുകയും അന്ന് കായംകുളം മഹാരാജാവിനെ കണ്ട് സങ്കടം ബോധിപ്പിക്കുകയും അവിടെ നിന്ന് വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും മറ്റു ഉപദേവതകളെ അതിൽ പ്രാധാന്യമായി യോഗീശ്വര എന്ന് പറയുന്ന സ്വാമിയെ കൂടി കൊണ്ടുവരികയും രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പുലിയൂരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇത് സ്ഥാപിക്കുകയും അവർ അവിടെ ആരാധന നടത്തിപ്പോരുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെറിയ ഒരു മഹാവിഷ്ണുവിനെ ഉപവസിച്ചുകൊണ്ടുള്ള ആരാധനകൾ നടക്കുകയും യോഗീശ്വര സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അവിടെ കളരി എന്നും കളരി അപ്പൂപ്പനെന്നും ഇവിടെ കളരിമുറകളും എല്ലാം അഭ്യാസിച്ച് ഇവിടെ പോരുകയാണ് ചെയ്തിരുന്നത്. അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ മഹാക്ഷേത്രം ഇന്നീ കാണുന്നത്. എല്ലാ ഭക്തജനങ്ങളും ജാതിമത ചിന്തയ്ക്ക് അതീതമായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് ഹിന്ദു സമുദായങ്ങളും എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയാണ് ഈ കാണുന്നത്. ഇന്നും ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി മഹാവിഷ്ണു ഭഗവാനാണ് കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം ഇന്ന് അതിസമ്പന്നമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും കഷ്ടപ്പെടുന്ന ഓരോ അംഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. അതിശക്തമായി ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളും മറ്റ് പൂജാവിധികളും ക്ഷേത്രസന്നിധി നടന്നു വരുന്നു. മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടപരിപാടായ പാൽപ്പായസം, ത്രിമധുരം, മറ്റ് ഉദയാസ്തമന പൂജകൾ, അവതാര പൂജകൾ, മറ്റ് പൂജാതി കർമ്മങ്ങളും മഹാവിഷ്ണുവിന് വേണ്ടി ചെയ്തു വരുന്നു. അതുപോലെ തന്നെ യോഗീശ്വര സ്വാമിക്ക് പാലും പഴവും നിത്യേന നിവേദ്യമായി നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ഉപദേവതകളായി ശ്രീ ഭദ്രാഭഗവതിയും ശാസ്താവ്, മൂർത്തി, ഗന്ധർവൻ, യോഗീശ്വരൻ, യക്ഷി, ബ്രഹ്മരക്ഷസ്, മാടൻ സ്വാമി, ഗണപതി കൂടാതെ നാഗദൈവങ്ങളും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം പുലിയൂർ വഞ്ചിയുടെ ഒരു ഭക്തി നിർഭരമായ രീതിയിൽ തന്നെ കുടികൊള്ളുകയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എല്ലാ മലയാള മാസം 1-ാം തീയതി ഭഗവാന്റെ ഉഷപൂജ സമയത്ത് ഉണ്ണിയപ്പ നിവേദ്യവും അന്ന് ഭാഗവത പാരായണവും, 3-ാമത്തെ വെള്ളിയാഴ്ച ഭദ്രാഭഗവതിക്ക് വേണ്ടി സമൂഹ ഭഗവതി സേവയും, ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച ശനിദോഷ നിവാരണത്തിന് വേണ്ടി ശാസ്താവിന് ശനീശ്വര പൂജയും നീരാഞ്ജന വിളക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മകരത്തിലെ അത്തം നാളിലാണ് ക്ഷേത്രത്തിൻ്റെ ആറാട്ടും മഹോത്സവം. അതുപോലെ തുലാമാസത്തെ ആയില്യം നാളിൽ ആയില്യം പൂജയും മറ്റും നടന്നു വരുന്നു. അതുപോലെ തന്നെ ഇപ്പം മകരത്തിലെ അത്തം നാളിലെ അത്ത മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ദശാവതാര ചാർത്തും ക്ഷേത്രദേവന് വേണ്ടി പ്രധാന വഴിപാടായി ദശാവതാരത്തിനോടനുബന്ധിച്ച് മുറജപവും സപ്താഹവും 2024 ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 28 വരെ ക്ഷേത്ര സന്നിധി നടക്കുകയാണ്. ഓഗസ്റ്റ് 18-ാം തീയതി ദശാവതാര ചാർത്തും 18, 19, 20, 21 എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രദേവന് വേണ്ടി മുറജപവും നടക്കുവാൻ പോവുകയാണ്. ഓഗസ്റ്റ് 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ സപ്താഹവും നടക്കുവാൻ പോവുകയാണ്. ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നാഗദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠയും സർപ്പബലിയും 100 പാലും ഈ മാസം 9-ാം തീയതിയോടുകൂടി നടത്താനിരുന്നതാണ്. അതിൽ ചില തന്ത്രിയുടെ പുല കാരണം ഇത് മാറ്റിവെക്കേണ്ട ഒരവസ്ഥയും ഈ അവസരത്തിലുണ്ടാകുന്ന ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും ഭഗവാന്റെ അകത്ത് ചൈതന്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് ഇതെല്ലാം നടക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ആഡംബരമല്ല അകത്ത്. ഭഗവാന്റെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോട് ചെയ്യുന്ന മേൽശാന്തിയാണ് ശ്രീമൻ ബാലമുരളി തിരുമേനി തങ്കമത്ത് മഠം. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ ഭക്തജനങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഭരണസമിതിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം ഇപ്പം വന്നിട്ട് എൻ്റെ 7 വർഷത്തോളമായി. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും പ്രധാന പങ്കാളി എന്ന് പറയുന്നത് ക്ഷേത്രം മേൽശാന്തിയാണ്. ക്ഷേത്രം മേൽശാന്തിയുടെ ഒരു അകമഴിഞ്ഞ സഹകരണം ആണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന വിജയം. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം ദേവൻ്റെ കാര്യമാണ്. ദേവൻ്റെ കാര്യം നോക്കുന്നതിൽ ഇത്രയും കൃത്യനിഷ്ഠതയോട് ക്ഷേത്രദേവനെ പരിപാലിക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയെ എങ്ങനെ പരിപാലിക്കുന്നോ അതേ രീതിയിൽ തന്നെ നമ്മുടെ ദേവൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോട് നോക്കി നടത്തുന്ന മേൽശാന്തിയെ ഞാൻ ഒരിക്കൽ കൂടി ഭഗവാന്റെ പേരിൽ, എൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാ നാട്ടുകാരുടെ പേരിലും എന്ന് പറഞ്ഞാൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കൂട്ട് തന്നെ ഒരംഗത്തെ പോലെ തന്നെ ഞങ്ങളോട് പെരുമാറുന്ന നമ്മുടെ മേൽശാന്തി എത്ര പറഞ്ഞാലും അത് ഒരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് വിചാരമുള്ളൂ. പക്ഷേ അത്രയ്ക്ക് ആത്മാർത്ഥമായി ക്ഷേത്രത്തോട് കൂറ് പുലർത്തുന്ന നമ്മുടെ മേൽശാന്തിയെ ഈ അവസരത്തിൽ ഞാൻ ഭക്തജനങ്ങളുടെ പേരിൽ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. മകരത്തിലെ ഉത്രട്ടാതി നക്ഷത്രമാണ് നമ്മുടെ പ്രതിഷ്ഠാ ദിനം. അതുപോലെ തന്നെ പ്രതിഷ്ഠ നടത്തിയത് 2023 ജനുവരി 26-ാം തീയതിയായിരുന്നു പ്രതിഷ്ഠ നടത്തിയത്. 2023 ജനുവരി 18 തൊട്ട് ഫെബ്രുവരി 10 വരെയായിരുന്നു ക്ഷേത്രത്തിൻ്റെ നാലമ്പല സമർപ്പണവും കൊടിമര സമർപ്പണവും ധ്വജപ്രതിഷ്ഠാ സമർപ്പണവും എല്ലാം. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുമർ ചിത്രങ്ങൾ നിർമ്മിച്ച തരുൺ വാസുദേവ് ഏതാണ്ട് 8-9 മാസത്തോളം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് അവർ ഇതിൻ്റെ പണികൾ മൊത്തം പൂർത്തീകരിച്ചത്. അതുപോലെ കൊടിമര ശില്പി ശബരിമല കൊടിമര ശില്പിയായ അനന്തനാചാരി മാന്നാർ ആണ് ഇതിൻ്റെ ശില്പകല, ഇതിൻ്റെ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശില്പങ്ങൾ അനിൽ കൊട്ടാരക്കരയാണ് ഇതിൻ്റെ അകത്തെ ശില്പങ്ങളും പുറത്തെ ശില്പങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. അവർക്കും ഈ അവസരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേരിലും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മുടെ പൂജാതി കർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും മലയാള മാസം 1-ാം തീയതി ഉഷപൂജ സമയത്ത് ഉണ്ണിയപ്പ നിവേദ്യവും എല്ലാ ദിവസവും ചുറ്റും പൂജ, ഉദയാസ്തമന പൂജ എന്നിവ ക്ഷേത്രദേവന് വേണ്ടി നടത്തിപ്പോരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും മലയാള മാസം 3-ാമത്തെ വെള്ളിയാഴ്ച ഭഗവതി സേവയും അവസാനത്തെ ശനിയാഴ്ച ശനിദോഷ നിവാരണത്തിന് വേണ്ടി ശനീശ്വര പൂജയും സമൂഹ നീരാഞ്ജനവും യോഗീശ്വരന് വേണ്ടി എല്ലാ ദിവസവും പാലും പഴവും ഭദ്രാദേവിക്ക് വേണ്ടി കടുംപായസവും യക്ഷിപൂജയും ഗന്ധർവ പൂജയും മാടസ്വാമി പൂജയും എല്ലാം യഥേഷ്ടം നടത്തിപ്പോരുന്നു. സ്നേഹാദരങ്ങളോടെ ഞാൻ ഭക്തജനങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. കുരുവഞ്ചി വടക്ക് കോമാളത്ത് കളരിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ എത്തേണ്ട വഴികൾ: കൊല്ലത്ത് നിന്ന് വരുന്നവർ പുതിയകാവ് കരുനാഗപ്പള്ളി പുതിയകാവിൽ ഇറങ്ങിയിട്ട് കിഴക്കോട്ട് AVHS ജംഗ്ഷൻ വഴി വലത്തോട്ട് വന്നാൽ ക്ഷേത്രത്തിൻ്റെ വഞ്ചിയും അതിലേക്ക് പോകുന്ന വഴിയും ക്ഷേത്രത്തിൽ നിന്നും കാണിച്ചിട്ടുണ്ട്. അതുവഴി വരികയും ചക്കുവള്ളി ഭാഗത്ത് നിന്ന് ഭരണിക്കാവ് ചക്കുവള്ളി ഭാഗത്ത് നിന്ന് വരുന്നവർ ചക്കുവള്ളിയിൽ നിന്ന് പുതിയകാവ് റൂട്ടിൽ AVHS ജംഗ്ഷൻ എത്തുകയും ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് വരുന്നതാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ. അതുപോലെ തന്നെ കായംകുളം റൂട്ടിൽ നിന്ന് വരുന്നവരും പുതിയകാവ് ജംഗ്ഷനിലെത്തിയിട്ട് ഇടത്തോട്ട് വന്ന് AVHS ജംഗ്ഷൻ വഴി വലത്തോട്ട് വന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം.